ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി VPP മുസ്തഫയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഉപവരണാധികാരി PK പ്രേമാനന്ദന് നാമനിർദ്ദേശ പത്രിക നൽകി. CPM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M രാജഗോപാലൻ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ സാബു എബ്രഹാം, PP മുഹമ്മദ് റാഫി, CPI ജില്ലാ ട്രഷറർ P വിജയകുമാർ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, സുരേഷ് പുതിയടത്ത് തുടങ്ങി ഘടകകക്ഷി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മണ്ഡലത്തിലുടനീളം നടത്തിയിട്ടുള്ള പര്യടന പരിപാടികളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ നോമിനേഷൻ സമർപ്പണവും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചിറങ്ങി LDFന്റെ വൻ വിജയം തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ പാരമ്പര്യവും അതിന്റെ ചരിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേടാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം പിണറായി 3-0 വരുമ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലം അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ഭരണാധികാരി KR മനോജിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ MLA ഏപ്രിൽ മാസം 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക ഞാനിപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. പൊതുവിൽ കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലും ഒരുപാട് 5000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, M രാഘവൻ, KS കുര്യാക്കോസ്, കരീം ചന്ദേര, PT നന്ദകുമാർ തുടങ്ങി നിരവധി പേർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.